How much inductance should be connected to 200 volt 50 Hz സപ്ലൈ അല്ലേ? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 200 വോൾട്ട്. 200 വോൾട്ടും 50 ഹെർട്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു അല്ലേ? ഒരു ഇൻഡക്ടർ മാത്രമാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ഇൻഡക്ടർ ഒരു AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇൻഡക്റ്റൻസ് എല്ലായിരിക്കും. അതിൽ കൂടെ പോകുന്ന മാക്സിമം കറണ്ട് നമുക്ക് I0 എന്ന് വിളിക്കാം. മാക്സിമം കറണ്ട് എത്രയാണ്? 0.9 ആംപിയർ ആണെങ്കിൽ ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഹൗ മച്ച് ഇൻഡക്റ്റൻസ് ഷുഡ് ബി കണക്റ്റഡ്, എത്ര ഇൻഡക്റ്റൻസ് വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മാക്സിമം കറണ്ടാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇൻഡക്റ്റൻസിൻ്റെ മാക്സിമം കറണ്ട് പിടിക്കേണ്ട ഫോർമുല എന്താണ്? ഓംസ് ലോ ഉപയോഗിച്ചാൽ മതി. മാക്സിമം കറണ്ട് ഈസ് ഈക്വൽ ടു മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ, മാക്സിമം വോൾട്ടേജ് ആണ് V0 കേട്ടോ, മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ്, അതായത് XL, ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് XL അല്ലേ? അപ്പോൾ I0 ഇസ് ഈക്വൽ ടു V0 നമുക്ക് തന്നിട്ടില്ല, അതിന് പകരം V ആണ് തന്നിട്ടുള്ളത്. പ്രത്യേക ശ്രദ്ധിക്കുന്നത് V0 അല്ല, ഇതെന്താണ്? RMS വോൾട്ടേജ് ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം മാക്സിമം വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √2 ഇൻറ്റു VRMS ആണ് അല്ലേ? √2 ഇൻറ്റു VRMS ആണ്. അപ്പോൾ V0 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു VRMS എത്രയാണ്? 200 ആണ്. VRMS 200. അപ്പോൾ ഡിവൈഡ് ബൈ XL എന്ന് പറഞ്ഞാൽ എന്താ? L ഒമേഗ. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് 2πf എന്ന് എടുക്കേണ്ടി വരും, കാരണം നമുക്ക് ഫ്രീക്വൻസിയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ I0 ഇസ് ഈക്വൽ ടു 200√2 ഡിവൈഡ് ബൈ L ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? 2πf ആണ്. അതിൽ നിന്ന് നമുക്ക് L ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L ഇസ് ഈക്വൽ ടു 200√2 ഡിവൈഡ് ബൈ I0 ഇവിടെ വരും, താഴെ വരും അല്ലേ? അപ്പോൾ I0 ഇൻറ്റു 2πf. I0യുടെ വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 200 ഇൻറ്റു √2 ഡിവൈഡ് ബൈ I0 എന്ന് പറയുന്നത് 0.9 ആണ്, ഇൻറ്റു 2 ഇൻറ്റു പൈ ഇൻറ്റു എഫ്. ഓക്കെ, എഫ് തന്നിട്ടുണ്ട് അല്ലേ? ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. അപ്പോൾ ഫ്രീക്വൻസി 50 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് മുകളിൽ 2.98 എന്നൊക്കെ വരും, താഴെ ഏകദേശം അതേ നമ്പർ തന്നെ ഏകദേശം വരും. അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ആൻസർ എത്രയെന്ന് കിട്ടും? 1 ഹെൻറി എന്ന് കിട്ടും. അങ്ങനെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ.